ഒന്ന് മുജാഹിദ് പ്രവർത്തകരോട് വളരെ സ്നേഹത്തോടെ പറയാനുള്ളത്, മുജാഹിദുകൾ കൂട്ടത്തോടെ ശിർക്കിലേക്ക് പോയിരിക്കുന്നു എന്ന ഖുബൂരികളുടെ ആരോപണത്തിന് നമുക്കൊന്നായി മറുപടി കൊടുക്കാൻ സാധിക്കണം. ആ വിഷയത്തിൽ നമ്മുടെ ശബ്ദം ഭിന്നിച്ചു പോകരുത്. ഒരു മുജാഹിദും ശിർക്കിലേക്ക് പോയിട്ടില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അതിന്റെ മുമ്പിൽ നമുക്ക് തടസ്സമായി നിൽക്കുന്ന ചില വിഷയങ്ങൾ ഇന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഹുസൈൻ സലഫി എന്ന പുരോഹിതൻ മുജാഹിദുകൾക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. മുജാഹിദുകൾ കൂട്ടത്തോടെ ശിർക്കിലേക്ക് പോയിരിക്കുന്നു എന്ന് ഖുബൂരികൾ പറയുന്നു. കൂട്ടത്തോടെ നമുക്ക് എതിർക്കണം, നമുക്കൊന്നായി മറുപടി കൊടുക്കണം. ഒരു മുജാഹിദും ശിർക്കിലേക്ക് പോയിട്ടില്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കണം. നമ്മുടെ ശബ്ദം ഒറ്റക്കെട്ടാകണം. എന്തൊക്കെ പൂതിയാണ് ഈ പുരോഹിതനുള്ളത്, എന്തൊരു ആഗ്രഹമാണ് പുരോഹിതൻ പറഞ്ഞു വെക്കുന്നത്. ഒരു മുജാഹിദും ശിർക്കിലേക്ക് പോയിട്ടില്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കണമെന്നാണ് പൊന്നു മുജാഹിദുകളോടാണ് പറയുന്നത്. ഇനി സ്വർണ്ണ മുജാഹിദ് നേതാക്കളായാലും പൊന്നു മുജാഹിദായാലും ആരായാലും ജിന്നൂരികളായ നിങ്ങൾ കടുത്ത ശിർക്കിൽ തന്നെയാണ് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കില്ല മൗലവി. ഷാർജ മൗലവി എന്താ കാരണം അറിയോ? രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തൻ്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തൻ്റെ മുമ്പിലുള്ള ശബ്ദത്തിനുടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നൊന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന് പറഞ്ഞാൽ ആ സഹായത്തേട്ടം ശിർക്കല്ലെന്ന് എഴുതി വച്ച മൗലവി എന്തുണ്ട് താങ്കൾക്ക് പറയാൻ? സ്വന്തം അനുയായികൾ അതുകൊണ്ടല്ലേ ചോദിക്കുന്നത്, മറുപടി പറയൂ ഹുസൈൻ സലഫി എന്ന്. സ്വന്തം അനുയായികൾ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ട് കാമ എന്ന് പറയാൻ ഈ ഷാർജ മൗലവിക്ക് സാധിച്ചിട്ടില്ല. ഷാർജ മൗലവിൻ്റെ എന്തൊരു ആഗ്രഹമാണ്, കൂട്ടത്തോടെ നമുക്ക് പറയാൻ സാധിക്കണം, ഒറ്റക്കെട്ടായിട്ട് നമ്മൾ ശിർക്കിലേക്ക് പോയിട്ടില്ല എന്ന്. ധരിച്ച ശിർക്കും കുഫ്രിയത്തും സമൂഹത്തിൻ്റെ മുമ്പിൽ വിളമ്പുന്ന ഈ ഹുസൈൻ സലഫിക്ക് എന്ത് പറയാൻ അവകാശമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അനസ് മൗലിയെ പോലെയുള്ളവർ ചോദിക്കുന്നുണ്ട് നിരന്തരമായിട്ട്. ഹുസൈൻ സലഫിയോട് നിരവധി പ്രാവശ്യം ചോദിക്കുന്നുണ്ട്, വെല്ലുവിളിക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും മറുപടി കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ലേഖനം അബദ്ധമാണ് എന്നും അതുപോലെ തന്നെ ജബ്ബാർ മൗലവിയുടെ വാദം അപകടകരമാണ് എന്നും ആദ്യമായി പറഞ്ഞ ആൾ ഹുസൈൻ സലഫിയാണ്. എന്നെ ബോധ്യപ്പെടുത്തിയ ആൾ ഹുസൈൻ സലഫിയാണ്. എന്നെ വിളിച്ചു കൊണ്ടുപോയത് ഹുസൈൻ സലഫിയാണ്. ജബ്ബാർ മൗലവിയെ കൊണ്ട് തിരുത്തിക്കണമെന്ന് പറഞ്ഞതും ഹുസൈൻ സലഫിയാണ്. കാര്യം ആ സമയത്ത് ഞാൻ ഇതിനു വേണ്ടി ഈ വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഘോരഘോരം ഇവർ നല്ലവരാണ്, ഇവരെല്ലാവരും തൗഹീദിന് എതിരെ സംസാരിക്കാത്തവരാണ്, ഇവർ തൗഹീദിന്റെ ധ്വജവാഹകരാണ് എന്ന നമ്മുടെ ഹുസ്നുൽ തന്നെ. പക്ഷെ അത് പിന്നീട് നമുക്ക് മനസ്സിലായത് സൂഉൽ തന്നെയായിരുന്നു, തെറ്റിദ്ധാരണയായിരുന്നു. യാ ഇബാദല്ലാഹ് എന്ന് തുടങ്ങുന്ന ഒരു ദുർബലമായ ഹദീസിന്റെ പ്രശ്നത്തിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുബൂരികൾ അത് തെളിവായി കൊണ്ടുവന്നപ്പോൾ മുസ്ലിം ലോകം മുഴുവനും ഇന്നേ വരെ അതിന് നൽകിയ ഒരു മറുപടിയുണ്ട്. ആ മറുപടിയിൽ നാം ഒതുങ്ങി നിൽക്കുക, അതിനും അപ്പുറമുള്ള വ്യാഖ്യാന ചർച്ചകളിൽ നിന്ന് നാം വിട്ടു നിൽക്കുക. ഇനി അതല്ല സഹോദരങ്ങളെ, ആ മറുപടിയിൽ അപകടമുണ്ടെന്നാണോ നമുക്ക് പറയാനുള്ളത്? എങ്കിൽ അത് മുഖവിലക്കെടുത്തുകൊണ്ട് നാം ഇനിയും ചർച്ചകൾ അവസാനിപ്പിക്കരുത്. കൂട്ടമായി ചർച്ച ചെയ്യണം, ഇനിയും പഠനങ്ങൾ നടക്കണം. സാധാരണ ജനങ്ങൾക്കിടയിലേക്കല്ല, പണ്ഡിത ലോകത്ത് ചർച്ച നടക്കട്ടെ. നാം അംഗീകരിക്കുന്ന, നമ്മെ അംഗീകരിക്കുന്ന വിദേശ രാജ്യങ്ങളിലുള്ള ഒട്ടേറെ പണ്ഡിത സഭകൾ നമ്മുടെ ഇന്നത്തെ ഈ പ്രശ്നങ്ങളിൽ ആശങ്കാകുലരാണ്. അവർ നമ്മോട് ഈ വിഷയം തീർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മുമ്പിൽ പോയിട്ടും നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ ഇയാൾ പറയുകയാണ്, യാ ഇബാദല്ലാഹ് എന്നുള്ള ദുർബലമായ ഹദീസിൻ്റെ പ്രശ്നത്തിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുബൂരികൾ തെളിവ് കൊടുക്കുന്നു എന്ന ഈ മൗലവിയുടെ വാദം പച്ചക്കളവല്ലേ ഈ മൗലവി പറയുന്നത്? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഒരു സുന്നിയും ഒരു പണ്ഡിതനും പഠിപ്പിച്ചിട്ടില്ലല്ലോ. വെറുതെ കള്ളത്തരം ആരോപിക്കുന്ന ഇയാൾ എന്തൊക്കെയാണ് വെറുതെ വിളിച്ചു പറയുന്നത്? സുന്നികളുടെ മേൽ സുന്നികൾക്ക് വിശ്വാസമില്ലാത്തൊരു കാര്യം അത് സുന്നികൾ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ആരോപണം ഇയാൾ എത്രമാത്രം കള്ളത്തരമാണ് വിളിച്ചു പറയുന്നത്. എന്നിട്ട് ഇയാൾ പറയുകയാണ്, ആ മറുപടിയിൽ കവിലക്കെടുത്തുകൊണ്ട് കൂട്ടമായി ചർച്ച ചെയ്യാം. തൗഹീദ് ഒരു കൂട്ടമായിട്ട് ചർച്ച ചെയ്യാം. തീരുമാനം ഇപ്പോഴും ആയിട്ടില്ല തൗഹീദ് എന്താണെന്നുള്ളത്. ഇവർ കുറച്ച് അറബി മാഷന്മാർ കൂടിയിട്ട് ചർച്ച ചെയ്ത് തൗഹീദ് തീരുമാനിക്കണം അത്രേ. എന്തൊരു വിരോധാഭാസം സുഹൃത്തുക്കളെ, നാം ഒന്ന് ആലോചിക്കണം. ഈ വിഷയവുമായി മഹാന്മാർ എന്തു പറഞ്ഞു, എന്തു തീരുമാനിച്ചു എന്ന് നോക്കിയാൽ പ്രശ്നം തീരും. എന്താണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത് അതൊന്നും നോക്കാതെ
അവർ സ്വന്തം തോന്നിയ പോലെ വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ്, അവർ ഹദീസ് നിഷേധിക്കുന്നത് കൊണ്ടാണ്, മഹാന്മാരെ തള്ളുന്നത് കൊണ്ടാണ് ഇവരുടെ തൗഹീദ് ദിനേന മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പറഞ്ഞതല്ല ഈ ഹുസൈൻ സലഫി നാളെ പറയുന്നത്, ഇപ്പം പറഞ്ഞതല്ല പിന്നീട് പറയുന്നത്. ഹുസൈൻ സലഫി എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സർവ മുജാഹിദ് പണ്ഡിതന്മാരെന്ന് പറയുന്നവരൊക്കെ ഈ രീതിയിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. 2 വർഷം മുമ്പ് അല്ലെങ്കിൽ 10 വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അപ്പാടെ വിഴുങ്ങി പിന്നീട് പുതിയ കാര്യങ്ങൾ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു പ്രത്യേകമായ രീതിയിലാണ് ഇവരുടെ പ്രചരണം. ഞങ്ങളുടെ നാട്ടിലെ തർക്കങ്ങൾ എന്താണെന്ന് മുഴുവനും ആ അറബ് സഹോദരങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് അവരിൽ നിന്ന് വരുന്ന ഫത്വകൾ പലപ്പോഴും വിഭിന്നങ്ങളായി മാറുന്നത്. നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾ എന്താണെങ്കിൽ കൂട്ടമായി നാം അവരെ അറിയിക്കണം. പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമുക്കിടയിലുള്ള തർക്കത്തിന്റെ മർമ്മം അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തണം. അവർക്ക് പറയാനുള്ളത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അവരും പറയട്ടെ. എന്നിട്ട് ഒരു തീരുമാനത്തിൽ നമുക്ക് എത്തിക്കൂടെ പ്രിയമുള്ളവരെ? എത്താൻ നമുക്ക് സാധിക്കുമെന്നാണ് ഈ ഉള്ളവൻ പ്രതീക്ഷിക്കുന്നത്. നോക്കൂ സഹോദരന്മാരെ, ഇവർ ഒരു സ്വന്തം മതമുണ്ടാക്കുക. ഈ വിവരദോഷികളും ഗൾഫ് സലഫി പണ്ഡിതന്മാരും ചേർന്ന് ഇവർക്കൊപ്പിച്ച് കാര്യങ്ങളുണ്ടാക്കി പ്രചരിപ്പിക്കുക. എന്ത് വിരോധാഭാസമാണ് ഈ ജാഹിലുകൾ ചെയ്യുന്നത്? അതുകൊണ്ടാണ് ഇവർ ഹദീസ് നിഷേധിക്കുന്നത്. നോക്കൂ അതിൻ്റെ തെളിവ്. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിലുണ്ട്, അലാ ഉരീകംറാതൻ മിൻ അഹ്ലിൽ ജന്ന. ഇബ്നു അബ്ബാസ് പറയാണ് എത്താഗ് എന്ന ആളോട്, സ്വർഗത്തിൽ പോകുന്ന ഒരു സ്ത്രീയെ ഞാൻ നിനക്ക് കാണിച്ചു തരണോന്ന് ചോദിച്ചു. ഖുൽതു ബലാന്ന്, അതേന്നും. ആദിൽ മർഅ അസൗദാ, ഈ കറുത്ത സ്ത്രീ, കറുത്ത നിറമുള്ള പെണ്ണ്. അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ തിരുമേനിയുടെ അടുത്ത് അവർ ചെന്നു. ഫഖാലത്ത്, എന്നിട്ട് പറഞ്ഞു, ഇന്നി യുസ്റഉ, ഞാൻ അപസ്മാരുണ്ട് എനിക്ക്. അപസ്മാരത്ത് ഉള്ള ആൾക്ക് മസ്റൂ എന്ന് പറയും, ജിന്ന് ബാധിച്ച ആൾക്കൊക്കെ മസ്റൂ എന്ന് പറയും. വൈന്നി അത്തകശഫി, അപസ്മാര രോഗമുണ്ടാകുമ്പോൾ എൻ്റെ ബോധം പോവുകയാണല്ലോ, അതുകൊണ്ട് എൻ്റെ ഔറത്ത് പുറത്തു പോകുന്നുണ്ടെന്ന്, ഔറത്ത് പുറത്താവുന്നുണ്ടെന്ന്. അതുകൊണ്ട് അന്ത്യദൂതരെ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ സഹിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട് എന്ന്. ഇനി അതല്ല, പ്രാർത്ഥിക്കണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും ചെയ്യാന്ന്. ഇങ്ങനെ നമുക്ക് സ്വർഗമുണ്ടെന്ന് ഉറപ്പാണെങ്കിൽ നമ്മളും സഹിക്കും അല്ലേ? സ്വർഗമുണ്ടെന്ന് ഉറപ്പ്, ഈ സ്ത്രീക്ക് സ്വർഗമുണ്ടെന്ന് ഉറപ്പാ. അപ്പൊ ചില ആൾക്കാർ ഈ സഹനത്തിന്റെ പ്രത്യേകത ഇവിടെ വല്ലാതെ കട്ടി കൂട്ടി പറയും. ഈ താങ്ങാൻ പറ്റാത്ത വെയിറ്റ് ഈ സാധനത്തിന് കൊണ്ട് വെച്ചു കൊടുക്കും. എന്നിട്ട് സഹിക്കുക എന്നല്ല, അപ്പോഴും മന്ത്രം വേണ്ടാന്ന് വരുത്താനാണ് ഇപ്പൊ. ആരിപ്പോ ആദ്യം ചെയ്തത്? ഈ കട്ടികൾ എടുത്തു വെച്ചു കൊടുത്ത ആരാണത്? ആ കട്ടി എടുത്ത് വെച്ച്, ആ ക്ഷമയുടെ കട്ടി എടുത്ത് അവിടെ വെച്ചു കൊടുത്ത ആരാ? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കട്ടിയെടുത്ത് വെക്കാണ്. എനിക്ക് അപസ്മാരം ബാധിച്ച നബിയെ പ്രാർത്ഥിക്കണം. നബി ആ കട്ടിയെടുത്ത് വെച്ചു, മോളെ ഇൻഷിഇതി സബർതി വലക്കിൽ ജന്ന, ക്ഷമിച്ചാ സ്വർഗ്ഗമുണ്ട്. കട്ടിയെടുത്തിട്ട് അങ്ങോട്ട് വെച്ചു. ആ സ്ത്രീ എഴുന്നേറ്റില്ല. ആ കട്ടിങ് വെച്ചപ്പോ പെണ്ണ് എഴുന്നേറ്റില്ല. പെണ്ണ് പറഞ്ഞു, അസ്ബിറു യാ റസൂലല്ലാഹ്, എങ്കിൽ ആ കട്ടി ഞാൻ ചുമന്നോളാം നബിയേ. ഇവര് പറയാൻ പറ്റൂല, ആ കട്ടിയെടുത്ത് വെക്കാൻ പറ്റൂല, അങ്ങനെ കട്ടി കൂട്ടും. നബി പറഞ്ഞ പോരാ, അവർക്ക് നബി പറഞ്ഞെടുത്തിക്കൂല. ഇരിക്കട്ടോ ബാക്കി. മനസ്സിലായോ? മന്ത്രം വേണ്ട, സഹിക്കാൻ പറഞ്ഞല്ലോ. അതുകൊണ്ടാ പണ്ഡിതന്മാർ പറഞ്ഞ ശരിയാ, സഹിച്ചോളി, സ്വർഗമുണ്ടെന്ന് ഉറപ്പുള്ളവന് സഹിക്കാം. കണ്ടോ നിങ്ങൾ, ഒരു പ്രബലമായ ഹദീസ് വെച്ചിട്ടുള്ള ചർച്ചയാണിത്. ഈ ഹദീസ് സ്വീകരിക്കാൻ ഇവർക്ക് സാധ്യമല്ലെന്ന് പറഞ്ഞാൽ ഇവർ എത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഹീ പോലും നിഷേധിക്കുന്നവരല്ലേ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതാണ് ഇവരുടെ രീതി. ഇവർക്ക് പറ്റാത്ത, ഇവരുടെ ബുദ്ധിക്കും യുക്തിക്കും യോജിക്കാത്ത ചില കാര്യങ്ങൾ ഇവർ ഹദീസാണെങ്കിലും ബുഖാരിയാണെങ്കിലും എന്തും തള്ളി അവർക്ക് യോജിക്കുന്ന കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് സലഫികളുടെ പാരമ്പര്യം. ഇതുതന്നെയാണ് ഇവർ മുഴുവനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രീതിയിൽ ഇവർക്ക് പറയേണ്ടതായിട്ട് വരുന്നത്. ഇപ്പോൾ ഹുസൈൻ സലഫിയുടെ ആഗ്രഹം എന്താ? ഒന്ന്, എല്ലാവരും ശിർക്കിലേക്ക് പോയിട്ടില്ലെന്ന് ഒന്നിച്ചു നിന്ന് പറയണം. ഒന്നിച്ചു നിന്ന് പറയാൻ പോയിട്ട് എത്രയോ ഛിന്ന ഭിന്നമായി പോയി. ഇവർ പലരും പല രീതിയിലാണ് തൗഹീദിനെ വ്യാഖ്യാനിക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതും. ഒരാൾ പറഞ്ഞതല്ല മറ്റൊരാൾ പറയുന്നത്. മറ്റുള്ളവർ ശിർക്കിലാകുമ്പോൾ ഇവർ തൗഹീദിലാകുന്നു, ഇവർ തൗഹീദിലാകുമ്പോൾ മറ്റുള്ളവർ ശിർക്കാക്കുന്നു, മുശ്രിക്കാക്കുന്നു. പല രീതിയിൽ പല രൂപത്തിലും ഭാവത്തിലുമാണ് ഇവർ പരിശുദ്ധ ഇസ്ലാമിനെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എന്നിട്ട് എല്ലാവരും ശിർക്കിൽ പോയിട്ടില്ല
മുജാഹിദുകൾ മുഴുവനും ശിർക്കിലേക്ക് പോയിട്ടുണ്ട്, കുബൂരികൾ പറയുന്നു എന്ന് പ്രയാസപ്പെടുന്ന ഈ ഷാർജ മൗലവി മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ തൗഹീദ് പൊളിഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾ യഥാർത്ഥമായ ഹദീസിൻ്റെ വ്യാഖ്യാനവും മഹാന്മാരും പറഞ്ഞിടത്തല്ല നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് തോന്നിയ പോലെ അവതരിപ്പിക്കുന്നത് കൊണ്ടാണ് ഹുസൈൻ സലഫി നിങ്ങൾ ഇത്രമേൽ അപകടത്തിലായത്. ഈ സലഫിസം ചിന്നിച്ചിതറി ഇവിടെ അവസാനിക്കുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓർക്കുന്നത് നന്നായിരിക്കും.